രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ ഇനി, കാലങ്ങൾ ദീർഘമാക്കല്ലേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ ഇനി, കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. മാനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ, നിത്യരാജാവെനിക്കായി താനൊരുക്കുന്നേ. മാനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ, നിത്യരാജാവെനിക്കായി താനൊരുക്കുന്നേ. എന്നാതിൽ കൂടിടും ഞാൻ പ്രിയാ, എന്നാതിൽ കൂടിടും ഞാൻ, എന്നാതിൽ കൂടിടും ഞാൻ പ്രിയാ, എന്നാതിൽ കൂടിടും ഞാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തു എൻ നായകൻ. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തു എൻ നായകൻ. മറ്റുവ തന്നിടുമേ തന്നെ, മറ്റുവ തന്നിടുമേ, മറ്റുവ തന്നിടുമേ തന്നെ, മറ്റുവ തന്നിടുമേ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. എൻ ദേഹം ലോകത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയരെ കാണില്ല. എൻ ദേഹം ലോകത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയരെ കാണില്ല. അവനെന്റെ വൈദ്യനല്ലോ ഇന്നും, അവനെന്റെ വൈദ്യനല്ലോ, അവനെന്റെ വൈദ്യനല്ലോ ഇന്നും, അവനെന്റെ വൈദ്യനല്ലോ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. സ്വർഗീയ സിയോനിൽ പ്രിയനോടൊന്നും ഞാൻ വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയാ. സ്വർഗീയ സിയോനിൽ പ്രിയനോടൊന്നും ഞാൻ വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയാ. ആമീൻ കർത്താവേ വരണേ വേഗം, ആമീൻ കർത്താവേ വരണേ, ആമീൻ കർത്താവേ വരണേ വേഗം, ആമീൻ കർത്താവേ വരണേ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. മർക്കൊസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവവചനത്തിൻ്റെ ധ്യാനചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ മനസ്സ് പ്രാർത്ഥനയാൽ അറിയാം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്രഭുക്കളെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതെല്ലാം പ്രാർത്ഥനയ്ക്ക് ഏറിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു. പ്രാർത്ഥിക്കാതെ കർത്താവ് ഒന്നും ചെയ്തിരുന്നില്ല. തൻ്റെ അടുത്ത് വന്നവരോട് കർത്താവ് ആഹ്വാനം ചെയ്തതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകുകയും എന്നുള്ളതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന ആവശ്യം ശിഷ്യന്മാർ ഉയർത്തുകയും ചെയ്തു.
എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്നും വ്യക്തമായ ഉപദേശവും കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സും ആഗ്രഹവും അറിയുവാൻ ഒക്കുകയുള്ളൂ. തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് കൽപ്പന അനുസരിക്കുന്നവർ തൻ്റെ സ്നേഹിതന്മാർ എന്നുള്ളതാണ്. കൽപ്പനയിൽ ഒരു കാര്യം പ്രാർത്ഥനയാണ്. അവൻ കൽപ്പിക്കുന്നത് നാം ചെയ്ത നാം അവൻ്റെ സ്നേഹിതന്മാരാകുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീനെന്നാണ്. വിശ്വസിച്ചുകൊണ്ട് യാചിക്കുക, സംശയിക്കാതെ കൽപ്പിക്കുക എന്നതാണ് പ്രാർത്ഥനയിൽ നടക്കേണ്ടതായ കാര്യം. അതുകൊണ്ടാണ് കർത്താവ് ഉപദേശിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. പ്രിയരെ, പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടിയ പ്രധാന കാര്യം ഇതാണ്. നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടും നമ്മിലുള്ള ചാഞ്ചാട്ട മനോഭാവം കൊണ്ടും നാം കൈവിട്ട് കളയുന്നത് എത്രയെത്ര ദൈവിക അനുഗ്രഹങ്ങളാണ് എന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നേയില്ല. നമ്മുടെ സംശയ മനോഭാവം കൊണ്ട് എത്രയോ എത്രയോ ദൈവിക പ്രവൃത്തികളെ നാം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവും ഉണ്ടെന്ന കാര്യം നാം അറിയാതെ പോകുന്നു. ഉത്തരത്തോടുകൂടിയ പ്രാർത്ഥന എങ്ങനെയുള്ളതാണെന്ന് അറിയണമെന്നുള്ളതാണ്. ഉത്തരത്തോടുകൂടിയ പ്രാർത്ഥന ചെയ്ത് പിതാവുമായി ആഴമായുള്ള ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടായ്മ നാം എപ്പോഴും പുലർത്തണമെന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും ഉപദേശിച്ചതും. നാം പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കുമോ എന്ന് സംശയിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. സംശയിക്കാതെ യാചിക്കുക, മറുപടി നിശ്ചയം. എന്നാൽ ആ മറുപടി എന്തെന്ന് തിരിച്ചറിയാൻ നാം താല്പര്യപ്പെടണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഉത്തരം അരുളിയത് നാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യണം എന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാലും നമുക്ക് ഉത്തരം തന്നതിനാലും നാം ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നവരായും ഇരിക്കേണ്ടതും ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ചെയ്തതായി നാം സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ലാസറിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തു ചെന്ന് നിന്ന് സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്തു നോക്കി പിതാവാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ദൈവത്തോട്, പിതാവിനോട് പുത്രനായ ക്രിസ്തു പറയുന്നത് നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ എന്നാണ് അവിടെ കർത്താവ് പറയുന്നതായ കാര്യം. തൻ്റെ പ്രാർത്ഥന പിതാവ് കേട്ടു, തനിക്ക് ഉത്തരം ലഭിച്ചു എന്നുള്ളത് തൻ്റെ ഉത്തമ ബോധ്യമായിരുന്നു എന്ന പ്രാർത്ഥനയിൽ നിന്ന് വ്യക്തമാണ്. അപ്പോഴും ലാസറിന്റെ ശരീരം കല്ലറയ്ക്കകത്തായിരുന്നു എന്നുള്ളത് മറക്കരുത്. കർത്താവ് അവിടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലാസറിനെ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. താൻ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപേ പിതാവിനോട് അപേക്ഷിച്ചിരുന്നു. തുടർന്ന് കല്ലറയ്ക്കൽ വന്ന് നിന്ന് പിതാവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി അർപ്പിച്ചതിന് ശേഷം ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ലാസറിനെ വിളിച്ച് പുറത്തു വരുത്തുകയാണ് ചെയ്തത്. കർത്താവ് അവിടെ സംശയിച്ചില്ല. താൻ പിതാവിൻ്റെ തീരുമാനം അനുസരിക്കുന്ന പുത്രൻ എന്ന നിലയിൽ തൻ്റെ ലക്ഷ്യം പിതാവിനോട് അറിയിച്ചിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. പിതാവാം ദൈവം അവിടെ പുത്രനെ ഉത്തരമരുളുകയും ചെയ്തു. കൂടപ്പിറപ്പുകളെ, നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഉയരത്തിൽ നിന്ന് ഉത്തരമുണ്ട്. ലഭിച്ച ഉത്തരത്തിനായി നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്ന് നാം ചെയ്യേണ്ടത് ലഭിച്ച മറുപടിയുടെ പ്രവൃത്തിക്കായി നമ്മുടെ പ്രാർത്ഥന വഴിമാറിക്കൊടുക്കുകയും വേണമെന്നുള്ളതാണ്. ഉത്തരം ലഭിച്ചിട്ടും പ്രവർത്തിക്കാതെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനാമുറിയിൽ ലഭിച്ച ഉത്തരം
പ്രവൃത്തി മണ്ഡലത്തിൽ വെളിപ്പെടുത്തിയെടുക്കേണ്ടതായ ആവശ്യം നമ്മുടേതാണ്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് ദൈവം ഉത്തരം തന്നു. ആ ലഭിച്ച ദൈവം നൽകി തന്ന ഉത്തരം നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് പ്രാർത്ഥിച്ചവന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആകയാൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന വിശ്വാസത്തോടെ പ്രിയരെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഉത്തരം തരുമ്പോൾ, ഉത്തരം അരുളുമ്പോൾ അത് തിരിച്ചറിയുവാനും നാം ശ്രമിക്കുന്നവരായിരിക്കണം. ലഭിച്ച ഉത്തരം നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ, നമ്മുടെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുവാൻ നാം താല്പര്യത്തോടെ പ്രവൃത്തിയുടെ മുൻപിൽ, വിഷയങ്ങളുടെ മുൻപിൽ നിൽക്കുകയും പോരാടുകയും വേണമെന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയും. അതിനെന്നെ ഞാൻ സമർപ്പിക്കുന്നു, അതിനെനിക്കിടയാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആ ഉത്തരം പ്രാപിച്ച് ഇന്നത്തെ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് നിൽക്കുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നായി നല്ല ദിവസത്തിനായി, നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധനായ പിതാവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ടെന്നും ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് മറുപടി നൽകി തരുന്നുണ്ടെന്നും അത് വിശ്വസിച്ചേറ്റെടുത്ത് ലഭിച്ച മറുപടി പ്രാർത്ഥിക മണ്ഡലത്തിൽ അത് ഏറ്റെടുത്ത് അനുഭവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പകലിലും ഞങ്ങളത് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാൽ കർത്താവ് പ്രാർത്ഥനാ മുറിയിൽ കൽപ്പിച്ച മറുപടികളുമായി സാക്ഷ്യമുള്ളവരായി ദൈവസന്നിധി നിൽക്കുവാൻ എല്ലാവരുടെ മേലും ഇന്ന് പകലിൽ ഉയരത്തിലെ ശക്തിയും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പകർന്ന് അനുഗ്രഹിച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹം ചൊരിഞ്ഞ വൻകൃപകൾക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്, സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തുവിൻ നായകൻ. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തുവിൻ നായകൻ. മറ്റുവ തന്നിടുമേ തന്നെ, മറ്റുവ തന്നിടുമേ, മറ്റുവ തന്നിടുമേ തന്നെ, മറ്റുവ തന്നിടുമേ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയരെ കാണില്ല. എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയരെ കാണില്ല. അവനെന്നെ വൈദ്യനല്ലോ ഇന്നും, അവനെന്നെ വൈദ്യനല്ലോ, അവനെന്നെ വൈദ്യനല്ലോ ഇന്നും, അവനെന്നെ വൈദ്യനല്ലോ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. സ്വർഗീയ സിയോനിൽ പ്രിയനോടൊന്നും ഞാൻ വാണിടും നാളിനായി കാത്തിടുന്ന പ്രിയ. സ്വർഗീയ സിയോനിൽ പ്രിയനോടൊന്നും ഞാൻ വാണിടും നാളിനായി കാത്തിടുന്ന പ്രിയ. ആമേൻ. കർത്താവേ വരണേ വേഗം, ആമേൻ. കർത്താവേ വരണേ, ആമേൻ. കർത്താവേ വരണേ വേഗം, ആമേൻ. കർത്താവേ വരണേ. രാജാതിരാജൻ വരുന്നിതാ,
തന്റെ വിശുദ്ധരെ ചേർത്തിടുവാ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാ.